യൂറോപ്പിനെ വിഴുങ്ങുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഉഷ്ണതരംഗങ്ങളിലൊന്നാണ്. ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ജീവനുകളെ കവർന്നെടുത്ത ഈ ദുരന്തം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും ഭയാനകമായ മുഖമാണ് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നത്. ജൂൺ 21 മുതൽ യൂറോപ്പിലുടനീളം അനുഭവപ്പെടുന്ന അതിശക്തമായ ചൂട് ഇതുവരെ 1500-ലധികം മരണങ്ങൾക്ക് കാരണമായതായി റിപ്പോർട്ടുകളുണ്ട്. ഞായറാഴ്ച നിരവധി രാജ്യങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തിയതോടെ ജനജീവിതം സ്തംഭിച്ചു. ഉഷ്ണതരംഗം മാത്രമല്ല, അതിന് പിന്നാലെ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളും കാട്ടുതീയും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും യൂറോപ്പിനെ ഒരേ സമയം പല ദുരന്തങ്ങളിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഫ്രാൻസിൽ അതിശക്തമായ ചൂട് വെറും 3 ദിവസത്തിനിടെ 1000-ലധികം മരണങ്ങൾക്ക് വഴിവെച്ചതായി ആരോഗ്യ അധികൃതർ വിലയിരുത്തുന്നു. ജർമ്മനിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പകൽ താപനിലയും ഏറ്റവും ചൂടേറിയ രാത്രിയും രേഖപ്പെടുത്തി. ഗ്രീസിൽ കാട്ടുതീയുടെ ഭീഷണി ശക്തമായി തുടരുമ്പോൾ സ്വീഡനിൽ ഇടിമിന്നൽ അപകടങ്ങളും ഡെൻമാർക്കിൽ അതിശക്തമായ കൊടുങ്കാറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് പറയുന്നതനുസരിച്ച് ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ചൂട് പിടിക്കുന്ന ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ഏകദേശം 15 കോടി ആളുകൾ അതിശക്തമായ ഉഷ്ണതരംഗത്തിന്റെ പിടിയിലാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഒരു കാലത്ത് തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചിരുന്ന ഇത്തരം അതിരൂക്ഷമായ ചൂട് ഇപ്പോൾ വർഷം തോറും ആവർത്തിക്കപ്പെടുന്നുവെന്നും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ഇതിലൂടെ വ്യക്തമായി കാണാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിശബ്ദ കൊലയാളി എന്നാണ് അദ്ദേഹം ഉഷ്ണതരംഗത്തെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ഏറ്റവും വലിയ ദുരന്തം നേരിടുന്നത് ഫ്രാൻസ് ആണ്. സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് മരണനിരക്ക് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. മരിച്ചവരിൽ 85%-ലധികം പേരും 65 വയസ്സിന് മുകളിലുള്ളവരാണ്. വീടുകളിലുണ്ടായ മരണങ്ങളുടെ കണക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടില്ലാത്തതിനാൽ യഥാർത്ഥ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ഏറ്റവും ഉയർന്ന റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിലാണ് കൂടുതൽ മരണങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജർമ്മനിയിലും സ്ഥിതി അതീവ ഗുരുതരമാണ്. 41.5 ഡിഗ്രി സെൽഷ്യസ് വരെ പകൽ താപനില ഉയർന്നപ്പോൾ രാത്രിയിലും ചൂട് കുറഞ്ഞില്ല. ബെർലിനിൽ ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നൂറുകണക്കിന് അധിക ആംബുലൻസ് കോളുകളാണ് ലഭിച്ചത്. നഗരത്തിലെ ജനങ്ങളെയും വിനോദസഞ്ചാരികളെയും രക്ഷിക്കാൻ ബ്രാൻഡൻബർഗ് ഗേറ്റിന് സമീപം പോലീസ് വാട്ടർ പീരങ്കികൾ ഉപയോഗിച്ച് വെള്ളം തളിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. അതിരൂക്ഷമായ ചൂട് ജർമ്മനിയിലെ വനങ്ങളിൽ കാട്ടുതീ വ്യാപിക്കാൻ കാരണമായി. ചില വനപ്രദേശങ്ങളിൽ 2ാം ലോക മഹായുദ്ധകാലത്ത് അവശേഷിച്ച പൊട്ടാത്ത വെടിമരുന്നുകൾ ഉണ്ടായിരുന്നതിനാൽ അഗ്നിശമന സേനയുടെ പ്രവർത്തനം അതീവ അപകടകരമായി. ഒരു സ്ഥലത്ത് കാട്ടുതീ അണയ്ക്കുന്നതിനിടെ പഴയ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതോടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് വിദഗ്ധരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് വീണ്ടും തീയണയ്ക്കൽ ആരംഭിച്ചത്. ഉഷ്ണതരംഗത്തിന്റെ ആഘാതം ഗതാഗത മേഖലയെയും തകർത്തു. കനത്ത ചൂടിൽ പല ഹൈവേകളിലെയും കോൺക്രീറ്റ് റോഡുകൾ പൊട്ടുകയും വളയുകയും ചെയ്തു. റെയിൽപാതകൾക്കും സ്വിച്ചുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതോടെ സർവീസുകൾ തടസ്സപ്പെട്ടു. ഹാംബർഗിൽ നിന്ന് പ്രാഗിലേക്ക് പോയ ട്രെയിനിന് മുകളിലേക്ക് കൊടുങ്കാറ്റിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണതിനെ തുടർന്ന് എയർ കണ്ടീഷനിംഗ് പ്രവർത്തനം നിലച്ചു. 600-ലധികം യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റേണ്ടി വന്നു. ചൂട് മൂലം അസുഖം ബാധിച്ച 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. യൂറോപ്പിലെ നദികളും ഈ ഉഷ്ണതരംഗത്തിന്റെ ആഘാതത്തിൽ വലയുകയാണ്. ജലനിരപ്പ് കുറഞ്ഞതോടെ വൈദ്യുതി ഉൽപാദനത്തിലും കാർഷിക മേഖലയിലും ഗുരുതര പ്രതിസന്ധി രൂപപ്പെട്ടു. ഡാനൂബ് നദിയിലെ വെള്ളത്തിന്റെ താപനില ഉയർന്നതിനെ തുടർന്ന് ഹംഗറിയിലെ പാക്സ് ആണവ നിലയം ഉൽപാദനം കുറച്ചു. ഇറ്റലിയിലെ പോ നദിയിലെ ഒഴുക്ക് കുറഞ്ഞതോടെ സമുദ്രജലം കിലോമീറ്ററുകളോളം ഉൾനാടുകളിലേക്ക് കടന്നുകയറി. ഇത് കൃഷിയെയും ശുദ്ധജല സംവിധാനങ്ങളെയും വലിയ പ്രതിസന്ധിയിലാക്കി. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നദികളും തടാകങ്ങളിലും കടലുകളിലും ഇറങ്ങിയ നിരവധി പേർ മുങ്ങി മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. തെക്കൻ സ്വീഡനിലെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ ഇടിമിന്നലേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റു. ഡെൻമാർക്കിൽ ശക്തമായ കൊടുങ്കാറ്റ് വ്യാപക നാശനഷ്ടങ്ങൾ വിതച്ചു. ഗ്രീസിൽ ഇപ്പോഴും കാട്ടുതീ ഭീഷണി അതീവ ഗുരുതരമായി തുടരുകയാണ്. ഫ്രാൻസിലെ ചില പ്രദേശങ്ങളിൽ മഴയും കൊടുങ്കാറ്റും എത്തിയതോടെ ചൂടിന് നേരിയ ശമനമുണ്ടായെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുടെ ആഘാതം അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. കൊടുങ്കാറ്റിനെ തുടർന്ന് ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ഈ ദുരന്തത്തിന്റെ പിന്നിൽ കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് ശാസ്ത്രലോകം ഒരേ സ്വരത്തിൽ പറയുന്നു. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ടായ മാറ്റങ്ങളില്ലായിരുന്നെങ്കിൽ ഈ തോതിലുള്ള ഉഷ്ണതരംഗം ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നുവെന്ന് ഗവേഷകർ പറയുന്നു. 2 പതിറ്റാണ്ടിനെ അപേക്ഷിച്ച് രാത്രികാലങ്ങളിൽ അനുഭവപ്പെടുന്ന അതിശക്തമായ ചൂടിന്റെ സാധ്യത ഇപ്പോൾ 100 ഇരട്ടിയോളം വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് യൂറോപ്പ് നേരിടുന്ന ഈ പ്രതിസന്ധി ഒരു ഭൂഖണ്ഡത്തിന്റെ മാത്രം പ്രശ്നമല്ല, ആഗോളതാപനത്തിന്റെ മുന്നറിയിപ്പായി ലോകം മുഴുവൻ ഗൗരവത്തോടെ കാണേണ്ട ഒരു വലിയ സന്ദേശമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.